Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, text by Caroline Duffy, Kaleidoscope for semester, Calcutta University, Common English. Caroline Duffy is one of the most prominent living poets in the UK. She was appointed Poet Laureate of the UK in 2009. Caroline Duffy, UKയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. 2009 പോയറ്റ് ലോറേറ്റായിട്ട് UK പോയറ്റ് ലോറേറ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ഇസ് എ ഷോർട്ട് 8-line poem. This short poem belongs to her poetry collection Rapture. It published in 2005. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോം എന്ന് പറയുന്നത് 8 ലൈൻ അടങ്ങിയിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു പോമാണ്, ഒരു ലിറിക് പോമാണ്. ഇത് കാലൻ ഡഫിയുടെ പോയട്രി കളക്ഷനായിട്ടുള്ള റാപ്ചർ 2005 പബ്ലിഷ് ചെയ്തിട്ടുള്ള റാപ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് പോയട്രി എന്ന് എടുത്തിട്ടുള്ള ഒരു പോമാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത് 2005 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. It is about a woman who provides constant attention to her mobile device but realizes during text conversation that she feels mentally disconnected from this other person. അപ്പോൾ ഈ ഒരു പോയത്തിൽ പറയുന്നത് ഒരു വുമൺ വളരെയധികം ഒരു മൊബൈൽ ഡിവൈസുമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുണ്ട്. അതായത് അവൾ മറ്റുള്ളവരുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്നത് ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് മെസ്സേജിലൂടെ കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് അപ്പുറത്തെ ആളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസി അത് നഷ്ടപ്പെടുകയാണ്. ആ ഒരു റിലേഷൻ, അവരുടെ ആ ഒരു റിലേഷൻ മെൻ്റലി അത് ഡിസ്കണക്റ്റഡ് ആവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള മൊബൈൽ ഡിവൈസിലുള്ള ടെക്സ്റ്റ് മെസ്സേജിനെ കുറിച്ചിട്ടുള്ള ഒരു പോമാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ലിമിറ്റേഷൻസും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പോമാണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഡസൻറ്റ് ഹാവ് എ കൺവെൻഷണൽ റൈം സ്കീം, ഇറ്റ്സ് ലാംഗ്വേജ് ഇസ് ഡിറക്റ്റ്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ലാംഗ്വേജ് ഡിറക്റ്റാണ്. അതുപോലെ ഇതിനൊരു പെർട്ടിക്കുലർ റൈം സ്കീം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ടെക്സ്റ്റ് മെസ്സേജസ് വി ടൈപ്പ് ഓൺ അവർ മൊബൈൽ ഫോൺസ്. അപ്പോൾ ഈ ഒരു പോയത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത് 2005 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് ടെക്സ്റ്റ് മെസ്സേജസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഇന്ന് ഉള്ള അതുപോലെ വീഡിയോ കോളൊന്നും ചെയ്യാൻ കഴിയില്ല, കണ്ടുകൊണ്ടൊന്നും സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ പറയുന്നത് ടെക്സ്റ്റ് മെസ്സേജിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഡിയർ വണ്ണിനെ അവരുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്നത് ടെക്സ്റ്റ് മെസ്സേജസിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസും ഒക്കെ കൊണ്ടുള്ള ഒരു പോമാണ് ടെക്സ്റ്റ്. സ്പീക്കർ ഈസ് നോട്ട് ഹാപ്പി വിത്ത് സച്ച് സൗണ്ട്ലെസ് കോൺവെർസേഷൻ. അത് ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വെറും ടെക്സ്റ്റുകൾ മാത്രമേ അവിടെ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പുറത്തിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ആളോട് നമ്മുടെ സൗണ്ട് പോലും കേൾക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരെ കാണാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഇൻറ്റിമസി അവിടെ നഷ്ടപ്പെടുകയാണ്. അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ മെൻ്റലി അവിടെ ഡിസ്കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്പീക്കർ ഒട്ടും ഹാപ്പി അല്ല ഈ ഒരു സൗണ്ട്ലെസ് കോൺവെർസേഷനിൽ, അതായത് ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ ഒരിക്കലും ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. At the beginning of the poem, the poet reads some messages on her mobile phone repeatedly. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ സ്പീക്കർ ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജസ് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. ടെക്സ്റ്റ് മെസ്സേജസ് അവളുടെ ഫോണിൽ റിപ്പീറ്റായിട്ട് റീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. While reading those text messages, she feels that the process of sending and receiving messages is somehow mechanical. അപ്പോൾ ഈ ഒരു മെസ്സേജ് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പീക്കറിന് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സെൻഡിങ് ആൻഡ് റിസീവ് മെസ്സേജസ് എന്ന് പറയുന്നത്, മെസ്സേജ് അയക്കുക, മെസ്സേജ് ഇങ്ങോട്ട് വായിക്കുക എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രോസസ്സായിട്ടാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അവിടെ ആ ഒരു ഇൻറ്റിമസി നഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇമോഷണൽ ഇൻറ്റിമസി അവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് അവരുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, അവർക്കൊന്ന് നേരിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. അവർക്ക് വെറും ടെക്സ്റ്റ് മെസ്സേജസിലൂടെ മാത്രമേ അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരോട് കോൺവെർസേഷൻ നടത്താൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതൊരു മെക്കാനിക്കൽ പ്രോസസ്സായിട്ടാണ് സ്പീക്കറിന് ഫീൽ ചെയ്തത്.
The message which she receives on her phone is like a note in a broken code. പിന്നീട് നമ്മുടെ സ്പീക്കർ പറയുന്നുണ്ട് അവൾക്ക് കിട്ടുന്ന ആ ഒരു മെസ്സേജുകൾ, അവളുടെ ഫോണിൽ കിട്ടുന്ന ആ ഒരു മെസ്സേജുകൾ, ആ ഒരു നോട്ടിനെ അവൾ വിളിക്കുന്നൊരു പേരുണ്ട്, ബ്രോക്കൺ കോഡ്. പൊട്ടിയ കമ്പി പോലെയാണ് അവൾക്ക് കിട്ടുന്ന മെസ്സേജുകൾ. ഒന്നും വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന സമയത്ത് കോഡുകളായിട്ടാണ് അയക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഓൺ വോയിസിൽ നമ്മളൊരു വോയിസ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ, നമ്മളിപ്പോൾ നല്ല ഹാപ്പിയിലാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു സാഡ്നെസ്സിലാണ്, നമ്മുടെ ആ ഒരു വോയിസിൽ വരുന്ന ഒരു പതർച്ച, ഇടറൽ, ഇതൊക്കെ അപ്പുറത്തുള്ള ആൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഇമോഷണൽ ഒരു സിറ്റുവേഷൻ, നമ്മളിപ്പോൾ ഏത് കണ്ടീഷനിലാണുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അത് വെറും ഒരു കോഡുകളായിട്ടാണ് മാറുന്നത്. അതിന് നമ്മുടെ പോയിറ്റ് പറയുന്നത് ബ്രോക്കൺ കോഡ് എന്നാണ്. അതായത് പൊട്ടിയ കമ്പി പോലെയാണ് ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജസ്. ഒന്നും വ്യക്തമല്ല, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷണൽ കണ്ടീഷൻ എന്താണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. She can't even imagine the person who is actually sending those messages to her. അതായത് അവൾക്ക് അയക്കുന്ന ആ മെസ്സേജ് അയക്കുന്ന ആളെ അവൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയുന്നില്ല. She feels dejected for the mental distance texting has created in her world. അതായത് ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജസിലൂടെ വെറും ഈ ഒരു കോഡുകൾ മാത്രമേ അവർക്ക് പാസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവരുടെ ആ ഒരു മെൻ്റൽ കണ്ടീഷൻ എന്താണ്, അവരിപ്പോൾ ഏത് അവസ്ഥയിലാണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഒരു മെൻ്റൽ ഡിസ്റ്റൻസ് അവരുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ പോയിറ്റിനെ വളരെയധികം നിരാശപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ ആ ഒരു ലോകത്ത് പോയിറ്റിനെ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഒരു മെൻ്റൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. The final couplet is texting is a medium to be read rather than heard. പിന്നീട് ഇതിൻ്റെ ഈ ഒരു പോയത്തിൻ്റെ ലാസ്റ്റ് ഒരു കപ്ലറ്റ് വരുന്നുണ്ട്. അതിൽ ടെക്സ്റ്റിംഗ് എന്ന് പറയുന്നത് ടു ബി റീഡ്, വായിക്കാനുള്ളതാണ്, rather than heard, അതായത് കേൾക്കാനുള്ളതല്ല വായിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോയത്തിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, let's move on to the line-by-line explanation of the poem Text by Caroline Duffy. I tend the mobile now like an injured bird. We text our significant words. പോയിട്ട് പറയാണ് I tend the mobile now like an injured bird. അതായത് ഒരു മുറിവേറ്റ ഒരു പക്ഷിയെപ്പോലെ ഞാൻ എൻ്റെ മൊബൈലിനെ പരിഗണിക്കുകയാണ്, അല്ലെങ്കിൽ മൊബൈലിന് ഞാൻ കയ്യിലെടുത്തുകൊണ്ടിരിക്കുക. അതായത് ഇവിടെ പോയിട്ട് ഒരു സിമിലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൊബൈൽ ഫോണിനെ ഒരു ഇഞ്ചേർഡ് ബേർഡുമായിട്ട് കമ്പാരിസൺ നടത്തിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു മുറിവേറ്റ പക്ഷിയാണെങ്കിൽ നമ്മൾ അതിനെ നന്നായിട്ട് കെയർ ചെയ്യും അല്ലേ. അതുപോലെയാണ് ഞാൻ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഇഞ്ചേർഡ് ബേർഡ്, ആ ഒരു വിമണിനെ, ആ സ്പീക്കറിനെ ഒരു ഇഞ്ചേർഡ് ബേർഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് അവൾക്കൊരു ഇമോഷണൽ, അവിടെ ഒരു മെൻ്റൽ ഡിസ്റ്റൻസ് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾക്ക് അവളുടെ ഒരു പ്രിയപ്പെട്ട ആളെ കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല. അവരുടെ വെറും ടെക്സ്റ്റ് മെസ്സേജസ് മാത്രമേ അവരുടെ ഇടയിൽ ഷെയർ ചെയ്യുന്നുള്ളൂ. അവരുടെ ആ ഒരു മെൻ്റൽ കണ്ടീഷൻ പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ ഈ ഒരു ഇഞ്ചേർഡ് ബേർഡ്, ആ ഒരു സ്പീക്കർ അല്ലെങ്കിൽ ആ ഒരു വിമൺ ആയിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ കഴിയും. വി ടെക്സ്റ്റ് അവർ സിഗ്നിഫിക്കൻറ്റ് വേർഡ്സ്. അതായത് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട വാക്കുകൾ, നമ്മുടെ പ്രസക്തമായിട്ടുള്ള വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ടെക്സ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ടെക്സ്റ്റ് മെസ്സേജസിലൂടെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ ഒരു റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഐ റീഡ് യുവർ ഫസ്റ്റ്, യുവർ സെക്കൻഡ്, യുവർ തേർഡ്. പിന്നീട് പോയിട്ട് പറയാണ്, ഞാൻ നിൻ്റെ ആദ്യത്തെ വാക്കുകളും അവസാനത്തെ വാക്കുകളും സെക്കൻഡായിട്ടുള്ള വാക്കുകളും ഞാൻ റിപ്പീറ്റേറ്റീവ്ലി ഞാൻ നിൻ്റെ വാക്കുകൾ, നിൻ്റെ ആ ഒരു ടെക്സ്റ്റ് മെസ്സേജസ് ഞാൻ ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലുക്ക് ഫോർ യുവർ സ്മോൾ എക്സസ് ഫീലിംഗ് അബ്സേർഡ്. നിൻ്റെ ആ ഒരു സ്മോൾ എക്സസ്, അതായത് ഈ രണ്ട്
എക്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്, അതായത് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജസിലൊക്കെ കോഡുകളായിട്ടാണല്ലോ നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ആളോടുള്ള ഒരു അഫെക്ഷന് കാണിക്കാൻ, അതായത് കിസ്സിൻ്റെ ഒക്കെ സിമ്പിളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പീക്കർ പറയാണ്, ലുക്ക് ഫോർ യുവർ സ്മോൾ എക്സസ് ഫീലിംഗ് അബ്സേർഡ്. എൻ്റെ ആ ഒരു അഫെക്ഷൻ്റെ ആ ഒരു കോഡ് കാണുന്ന സമയത്ത്, ആ ഒരു കിസ്സസിൻ്റെ ആ ഒരു കോഡ് കാണുന്ന സമയത്ത് എനിക്കൊരു അബ്സേർഡ് ഫീലിംഗ് ആണ് തോന്നുന്നത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഒന്നും തോന്നുന്നില്ല. ഒരു അബ്സേർഡായിട്ട്, നത്തിങ് ആയിട്ടാണ് എനിക്ക്, ഒരു മീനിങ്ലെസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദ കോഡ്സ് വി സെൻഡ് അറൈവ് വിത്ത് എ ബ്രോക്കൺ കോഡ്. അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ ഒരു ബ്രോക്കൺ കോഡായിട്ടാണ് എത്തുന്നത്. അതായത് ബ്രോക്കൺ കോഡ് എന്ന് പറഞ്ഞാൽ, അതായത് കോഡുകളായിട്ട് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജസ് അയക്കുന്നത് അത് ഒരു ബ്രോക്കൺ, പൊട്ടിയ ഒരു കമ്പി പോലെ, അല്ലെങ്കിൽ പൊട്ടിയ അതായത് ഒരു കണക്ഷൻ ഇല്ലാതെ ചിന്നിച്ചിതറിയ വാക്കുകളായിട്ടാണ് ഇവിടെ എന്നിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു സാഡായിട്ടുള്ള സിറ്റുവേഷനിൽ മെസ്സേജ് അയക്കുക, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീല് നമുക്ക് കിട്ടുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഏത് മെൻ്റൽ കണ്ടീഷനിലാണെന്ന് അപ്പുറത്തെ ആൾക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഒരു ബ്രോക്കൺ കോഡാണ് അവിടെ സംഭവിക്കുന്നത്. ഐ ട്രൈ ടു പിക്ചർ യുവർ ഹാൻഡ്സ്, ദെയർ ഇമേജ് ഇസ് ബ്ലേർഡ്. അതായത് ഞാൻ നീ ടെക്സ്റ്റ് ചെയ്യുന്ന ആ ഒരു കൈകളുടെ പിക്ചർ എനിക്ക് കാണാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ ദെയർ ഇമേജ് ഇസ് ബ്ലേർഡ്. പക്ഷേ ആ ഒരു ഇമേജ് എന്തായിരുന്നു, വ്യക്തമായിരുന്നില്ല, അവ്യക്തമായിരുന്നു, മങ്ങിയതായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് നിൻ്റെ കൈകൾ കാണാൻ കഴിയുന്നില്ല, എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നില്ല. നത്തിങ് മൈ തംസ് പ്രസ് വിൽ എവർ ബി ഹാർഡ്. അതുപോലെ എൻ്റെ കൈകൾ, ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻ്റെ തംസ്, അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, പക്ഷേ എനിക്കൊരിക്കലും കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പോയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺക്ലൂഡിങ് കപ്ലറ്റിൽ പറയുന്നത്, ടെക്സ്റ്റ് മെസ്സേജസ് എന്ന് പറയുന്നത് ജസ്റ്റ് റീഡ് ചെയ്യാനുള്ളത് മാത്രമാണ്, നോട്ട് ഹേർഡ്, അതായത് കേൾക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ റിട്ടറിക്കൽ ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോം. ഈ ഒരു പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം. സിമിലി. വാട്ട് ഈസ് സിമിലി? സിമിലി ഈസ് എ കമ്പാരിസൺ ഓഫ് ടു ഡിഫറെൻറ്റ് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. ആസ് ലൈക്ക് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വ്യത്യസ്തമായ വസ്തുക്കളെ തമ്മിൽ കമ്പാരിസൺ നടത്തുന്നതാണ് സിമിലി. നമ്മുടെ പോയറ്റ് സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്. കമ്പയർ മൊബൈൽ ടു ആൻ ഇൻജേർഡ് ബേർഡ്. അതായത് ഇതിൽ ഐ ടൈൻഡ് ദ മൊബൈൽ നൗ ലൈക്ക് ആൻ ഇൻജേർഡ് ബേർഡ്. ലൈക്ക് എന്ന് പറയുന്നത് സിമിലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മൊബൈൽ ഫോണിനെ ഇൻജേർഡ് ബേർഡുമായിട്ട് കമ്പാരിസൺ നടത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് പാലലോജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനദർ ഫിഗർ ഓഫ് സ്പീച്ച് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എ വേർഡ് ഈസ് റിപ്പീറ്റഡ് വി ടെക്സ്റ്റ്. അതായത് പാലലോജി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ, ഒരു വേർഡ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് മെറ്റഫറും സിമിലിയും തമ്മിലുള്ള വ്യത്യാസം. സിമിലിയിൽ ലൈക്ക്, ആസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പാരിസൺ നടത്തുന്നത്, പക്ഷേ മെറ്റഫറിൽ അത് കാണാൻ കഴിയില്ല. ബ്രോക്കൺ കോഡ് ഈസ് എ മെറ്റഫർ ഫോർ ടെക്സ്റ്റ് മെസ്സേജസിനെ ഒരു ടെക്സ്റ്റ് മെസ്സേജസിൻ്റെ ഒരു മെറ്റഫറാണ് ബ്രോക്കൺ കോഡ് എന്ന് പറയുന്നത്. അനദർ മെറ്റഫർ എക്സസ്. അതായത് ഈ ഒരു കോഡ് എക്സ് എന്ന് പറയുന്നത് കൺവേ ഹെർ ഡിമാൻഡ്സ് അഫെക്ഷൻ ടു ഹെർ. അതായത് പ്രിയപ്പെട്ട ഒരാളുടെ അഫെക്ഷൻ കാണിക്കാൻ ആണ് ഈ ഒരു മെറ്റഫറായിട്ട് ഉപയോഗിക്കുന്നത്.